വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ജെലാറ്റിനോ കണ്ടൻസ് മിൽക്കോ എന്താ പറയുക ചൈന ഗ്രാസോ ഒന്നും ഇല്ലാണ്ട് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇതിന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 പാക്കറ്റ് ഞാൻ ഐഡൻസിക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ബ്രെഡ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അരിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് ആ ഒരു പാക്കറ്റ് തന്നെ പകുതി ബിസ്ക്കറ്റും കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ബട്ടറിൽ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കൊരു പാനിലോട്ട് 1 പാക്കറ്റ് പാൽ, അതായത് 500 ml പാലെടുക്കുക. പിന്നെ അരക്കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ തന്നെ കസ്റ്റർഡ് പൗഡർ, 1 ടീസ്പൂൺ നിറച്ചതിന് വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ കൈയിളക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് അതുപോലെ തന്നെ 500 ml 1 പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുക. അരക്കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ 2 ടേബിൾ സ്പൂൺ തന്നെ കൊക്കോ പൗഡർ, പിന്നെ ഒരു 50 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റിൽ അത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും. ഇതും നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് പുഡിംഗ് ട്രേ എടുത്തിട്ട് നിങ്ങൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഫസ്റ്റ് കസ്റ്റേർഡിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ബ്രെഡും ബിസ്ക്കറ്റൊക്കെ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ റോസ്റ്റ് ചെയ്ത് അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ലെയറായിട്ട് എടുക്കുക. നിങ്ങൾ പുഡിംഗ് ട്രേ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യട്ടോ. അതിന് ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് കുഴിയുള്ള പാത്രം ആയതുകൊണ്ട് ഒരു 3-4 ലെയറാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഈസിയല്ല, എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്, നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിലുണ്ട്.